Hi students, once again welcome to Darius Hindi channel. നമ്മൾ രണ്ടാഴ്ച മുമ്പ് 10ാം ക്ലാസ്സിലെ ബീർബഹൂട്ടി എന്ന് പറയുന്ന പാഠത്തിൻ്റെ ഏതാണ്ട് ഐ ഫിനിഷ്ഡ് ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ പോർഷൻ. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. പാഠത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇനി ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ സമയം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ ഇവിടെ കടന്നു പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അടുത്ത് നമ്മൾ നിർത്തിയില്ല തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഇവർ തമ്മിലുള്ള സ്വഭാവത്തിൻ്റെ സിമിലാരിറ്റിയെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ പാഠത്തിൽ ഇവർ ഭയപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ഗണിത അധ്യാപകൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ടീച്ചർ. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് പിന്നെ സുരേന്ദ്രൻ മാസ്റ്റർ എന്നാണ് പേര്. മാസ്റ്റർ ഓഫ് സുരേന്ദ്രൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എൻട്രൻസോടെയാണ് അടുത്ത പോർഷൻ തുടങ്ങുന്നത്. तो गणित के मास्टर साहब सुरेंद्र जी का पीरियड खेल खंडे के बाद आता था. അപ്പോൾ കണക്കധ്യാപകൻ സുരേന്ദ്രൻ മാസ്റ്ററിൻ്റെ പീരീഡ് എന്ന് പറയുമ്പോഴേക്കും ഖേൽ ഖണ്ഡേ കെ ബാദ്, ദാറ്റ് മീൻസ് ആഫ്റ്റർ ദ PT അവർ, അതിനുശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ പീരീഡ് വരുന്നത്. ഇപ്പോൾ നോർമൽ കേസിൽ നമുക്കറിയാം പ്ലേ ടൈം എന്ന് പറയുമ്പോഴേക്കും അതൊരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയറാണ് അല്ലേ, ഖുഷി ദേനെ വാല एक माहौल है. लेकिन अगर एक स्कूल के पीरियड अंतिम पीरियड खेल का कंडे होते तो बहुत कुछ होता था. लेकिन यहाँ उल्टा हुआ, just happened in an opposite manner. Why? Because പ്ലേ ടൈമിന് ശേഷമാണ് കണക്കധ്യാപകൻ്റെ പീരീഡ് വരുന്നത്. അപ്പോൾ ആ പ്ലേ ടൈമിലുണ്ടായ എല്ലാ ഒരു വിനോദവും അവർക്ക് ടെൻഷനിലേക്ക് മാറ്റേണ്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ ഓടിപ്പോകുന്നത്. तो बच्चे उनसे कामते थे और खेल खंडी बंद होने से पहले 2 मिनट पहले ही अपने अपने जगहों आकर बैठ लेते थे, അതായത് बैठ जाते थे. അതായത് PT ടൈം തീരുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ ഇവരെല്ലാവരും ക്ലാസ്സിനകത്ത് വന്നിട്ട് ഇരിക്കുമായിരുന്നു. കാര്യം ഇദ്ദേഹത്തോടുള്ള പേടിയാണ്. സുരേന്ദ്ര ജി മാസ്റ്റർ ഇസി പീരീഡ് മേ കോപ്പി ജാൻസ്തേ थे. അപ്പോൾ അദ്ദേഹം ഈ സമയത്താണ് കോപ്പി എന്ന് പറഞ്ഞാൽ ഹോംവർക്കും മറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കുന്നത് ഈ സമയത്തായിരുന്നു. സരാസി ഗലത്തി पर बच्चों को इधर उधर फेंक देते या चापट मारने लगते थे. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഈവൻ ഫോർ സില്ലി മിസ്റ്റേക്സ് छोटी सी गलती के लिए बच्चों को बहुत अधिक पीटता था. വളരെയധികം ഉപദ്രവിക്കുമായിരുന്നു, പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, പ്രഹരിക്കുമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. So once he started beating, एक बार मारना शुरू किया तो फिर खत्म होने का नाम ही नहीं लेता था. എന്ന് പറഞ്ഞാൽ പിന്നെ ആ അടി അവസാനിപ്പിക്കുന്ന ഒരു ടെൻഡൻസി അയാളുടെ മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്തും ഞങ്ങളെല്ലാം പേടി സ്വപ്നം എന്ന് പറയുന്നത് കണക്കധ്യാപകനാണ്. എപ്പോഴും അതായത് ഒരു വടി കയ്യിലില്ലാതെ കണക്കധ്യാപകന് പൂർണ്ണത കൈവരില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്ല, ഇപ്പോൾ അത് കുറേയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള നമ്മുടെ പഴയ കാലത്തെ കണക്കധ്യാപകൻ്റെ ഒരു പ്രതീകമായിട്ടും നമുക്ക് കണക്കാക്കാം. एक दिन സുരേന്ദ്ര ജി മാസ്റ്റർ സാഹിബിനെ ബേല കെ ബാലോ മേ പഞ്ചാ ഫസായ. അപ്പോൾ ഒരു ദിവസം സംഭവിച്ചെന്ന് പറഞ്ഞാൽ ബേലയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചു. പഞ്ചാ ഫസായ. पर शायद जिस गलती की पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. പക്ഷേ ഇയാൾ എന്തോ ഒരു തെറ്റുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ നമ്മുടെ ബേലെ ശിക്ഷിച്ചത്. പക്ഷെ പിന്നീട് he realized that there was no mistake. उसके मन में आया कि कोई गलती नहीं था, लेकिन जानबूझकर वह छिपाने की कोशिश की. But deliberately he hid the thing. കാര്യം എന്താ, അധ്യാപന തെറ്റ് പറ്റിയെന്ന് കുട്ടികൾ അറിഞ്ഞാൽ കുഴപ്പമാണല്ലോ. അതുകൊണ്ട് ആ തെറ്റ് മറയ്ക്കാൻ വേണ്ടി, അങ്ങനെ ഒരു തെറ്റുണ്ടായിരുന്നില്ല, പക്ഷെ കാഷ്വലായിട്ട് നോക്കി ഇയാൾക്ക് കുട്ടികളെ അടിക്കുക എന്നുള്ളൊരു ഹോബി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ തെറ്റ് ഇയാൾ മനസ്സിലാക്കിയിട്ട് അത് അയാൾ മനഃപൂർവ്വം ഒളിച്ചു വെച്ചു. എന്നിട്ട് ഉന്നോനെ ബേലാക്കോ ചോട് ദിയ, ബേലെ അങ്ങ് പിടിവിട്ടു. ബേലാക്കെ ഭയഭീ ചെഹ്റേക്കോ ദേഖിക്കർ സാഹിൽ ബുരി തര ഡർ ഗയാ. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ആ ഒരു ഡീപ് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ബേല ആൻഡ് സാഹിൽ. അപ്പോൾ ഇവളുടെ ഭയം നിറഞ്ഞ മുഖം കണ്ടപ്പോഴേക്കും സാഹിലിന് വല്ലാതായി, അയാൾ പേടിച്ചു പോയി. ഉസ്നെ ദേക്കാക്കി ബേലാക്കെ അഭിപി കാം രഹേ. അയാൾ കണ്ടത് ബേലയുടെ കാലുകൾ ഇപ്പോഴും സ്റ്റിൽ ഇറ്റ് ഷിവറിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാം രഹേ ജയ്സെ വഹ് ഖടേ ഖടേ ആപ്പി ഗിർ ജായെങ്കിൽ. തോന്നുന്നു ഇവളിങ്ങനെ നിന്ന് തന്നെ താഴെ വീഴാൻ. മേ ബി ഷീ വിൽ ബിക്കം അൺകോൺഷ്യസ്. ഉസ്കെ ഹോഷ് ഷായത് നഷ്ട ഹോ ജായെങ്കിൽ. ബോധം മറഞ്ഞു പോകും എന്നുള്ളൊരവസ്ഥയിലാണെന്ന് തോന്നി.
सुरेंद्र जी माट साहब ने कॉपी को उससे बैठने की जगह पर फेंकते हुए कहा ഇയാൾ എന്ത് ചെയ്തു ആ കോപ്പി നോക്കി ബുക്ക് എടുത്തിട്ട് ഹി ത്രൂ ഇറ്റ് ഫെയിങ് ദിയ വേർ ബേല ഇസ് സിറ്റിംഗ് എവിടെയാണോ ജഹാം ബേല ബൈഠത്തി थी എന്നിട്ട് പറഞ്ഞു ബൈഠ് അപ്നി ജഗഹ पर തൻ്റെ പിന്നെ ഇരിക്കുക അവിടെ എൻ്റെ സ്ഥലത്തോടെ ഇരിക്കാൻ പറഞ്ഞു ബേല का मन बहुत खराब हो गया ബേലയുടെ മനസ്സ് വളരെയധികം ഷീ ടോട്ടലി ഡിസ്റ്റർബ്ഡ് കാരണം മാട്ട് സാഹബ് ചാഹെ മുझे पीट लेते मगर സാഹിൽ के सामने नहीं കാരണം എന്താണ് അവളെ ഇൻസൾട്ട് ചെയ്യപ്പെട്ടത് എന്താണ് ഇൻ ഫ്രണ്ട് ഓഫ് സാഹിൽ അതാണ് അവളെ സംബന്ധിച്ച് ആ വേദനയേക്കാൾ കൂടുതൽ അവൾക്ക് പെയിൻഫുൾ ആയിട്ട് തോന്നിയത് ആ പേഴ്സണൽ ഇൻസൾട്ടിങ് ദാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് വൺ ഓഫ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്സ് സാഹിൽ जिगरी दोस्त के सामने उसकी बेइज्जती की അങ്ങനെ ഷീ ഫെൽറ്റ് ഇറ്റ് സോ उसको ऐसा लगा वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी शर्मिंदा होना ചെറുതായി പോവുക ലജ്ജിതയായി തീരുക കാര്യം തെറ്റില്ല എന്നുള്ള അവൾക്ക് മനസ്സിലായി എന്നിട്ട് പോലും അധ്യാപകനോട് തുറന്ന് ചോദിക്കാനുള്ള ധൈര്യമില്ല അങ്ങനെയുള്ള പല സാഹചര്യങ്ങളുണ്ടായിരുന്നു क्योंकि वो जानती थी कि वो साहिल की नसर में बहुत अच्छी है കാര്യം അവൾക്കറിയാമായിരുന്നു സാഹിലിന്റെ കാഴ്ചപ്പാടിൽ ബേല ആണ് ഏറ്റവും നല്ല കുട്ടി അപ്പോൾ അതെന്താണ് ആ ഒരു തോന്നൽ നശിച്ചു പോയില്ല എന്നുള്ളൊരു ഒരു ഒരു പിന്നെ വിഷമം അവളുടെ മനസ്സിലുണ്ടായിരുന്നു जब वह उसके पास आकर बैठी उससे नसर नहीं मिला पाई അപ്പോൾ ഈ തൊട്ടടുത്താണല്ലോ ഇരിക്കുന്നത് അവൾ ഇത് കഴിഞ്ഞിട്ട് അവളെ തിരിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴേക്കും അവൾക്ക് ആരെന്താണ് ഷീ ഈസ് നോട്ട് ഏബിൾ ടു ഫേസ് സാഹിൽ അല്ലെങ്കിൽ മൂഹ് ദിക്കാനേക്ക് ലിഫിമെ കാബിൽ നഹീഹും അവനെ മുഖം കാണിക്കുന്നതിന് അല്ലെ നോക്കുന്നതിന് പോലും ഞാൻ യോഗ്യ അല്ല എന്നുള്ളത് തോന്നി അപ്പോൾ ഈ ഒരു ഇൻസിഡന്റിൽ വ്യക്തമാകുന്നത് എങ്ങനെ ഒരു അധ്യാപകനാകാൻ പാടില്ല മനസ്സിലായല്ലോ അധ്യാപകൻ എന്ന് പറയുമ്പോഴേക്കും ഹി ഓർ ഷീ മസ്റ്റ് ബി ദ റോൾ മോഡൽ ഫോർ അതർ സ്റ്റുഡൻസ് മറ്റു കുട്ടികൾക്ക് ഒരു മാതൃകാ പുരുഷനായിട്ട് അല്ലെങ്കിൽ ഹി മസ്റ്റ് ബിക്കം ആൻ ഇൻസ്പയറിംഗ് ഫാക്ടർ और इंस्पिरेशन മനസ്സിലായല്ലോ दूसरे लोगों के मन में हौसला बनाने के रूप में अध्यापक को काम करना चाहिए हौसला मीन्स സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസം വളർത്തുന്ന രീതിയിലായിരിക്കണം പക്ഷെ ഇവിടെ അതല്ല എന്നുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഇവിടെ പ്രഭാതിതത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफेद पट्टी बांधी थी അപ്പോൾ ദീപാവലി അവധിക്ക് ശേഷം ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ തലയിൽ ഒരു വെളുത്ത തുണി കെട്ടിയിരിക്കുന്നത് കണ്ടു कोई उससे होई होई सफेद पट्टी അപ്പോൾ അറിയാലോ അതർ സ്റ്റുഡൻസ് ബിഗിൻ ടു മോക്ക് ഓർ ലാഫ് അറ്റ് ഹർ അവളെ മസാക്ക് ഉടാനയിലേക്ക് കളിയാക്കാൻ തുടങ്ങി കഹാരഹാദാക്കി എന്താണ് വെളുത്ത ബാൻഡേജ് ഇട്ട കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നു അവർ പോയി സുൽത്താന ഡാക്കത്ത് പോയി കുശോർ ചിടാര ചിലർ സുൽത്താന ഡാക്ക് മീൻസ് കൊള്ളക്കാരൻ ഇവിടെ കൊള്ളക്കാരി എന്നൊക്കെ പറഞ്ഞിട്ട് പല പേര് വിളിച്ചിട്ടും ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ഐ മീൻ ദ സ്റ്റുഡൻസ് ഇൻ സ്കൂൾ ഡേയ്സ് സ്കൂൾ के वक्त में इस तरह के होना मजाक उड़ाना സ്വാഭാവികമാണ് അപ്പോൾ സാഹിൽ ചോദിച്ചു ये क्या हो गया बेला व्हाट हैपेंड टू यू साहिल ने परेशान होते हुए पूछा ही वाज एब्सोल्युटली टेंस्ड छत से गिर गई ഞാൻ പിന്നെ മേൽക്കൂരയിൽ നിന്നും താഴെ ടെറസിൻ്റെ അവിടെ താഴെ വീണതാണ് ബേലാനെ ഹസ്തേ ഹുയെ കഹ അയാൾ പറഞ്ഞെന്താണ് when she said this she was laughing कहते समय वो हंस रही थी और कहा बहुत दिन हो गए आज खेल खंडे में गांधी चौक में लंगड़ी टांग खेलेंगे അപ്പോൾ ഒരുപാട് ദിവസം നമുക്ക് എന്ത് ചെയ്യാം വിൽ ഗോ ടു ദ ഗാന്ധി ചൗക്ക് ഗ്രൗണ്ട് ആൻഡ് വിൽ പ്ലേ അവിടെ ലംഗടി ടാങ് എന്ന് പറഞ്ഞാൽ ഒറ്റക്കാലിൽ നിന്ന് കളിക്കുന്ന അവരുടെ ഒരു കളി അതാണ് ഉദ്ദേശിക്കുന്നത് नहीं खेलेंगे तेरे फिर से लग जाएगी तू പറഞ്ഞില്ല നമുക്ക് കളിക്കണം ഒരു പക്ഷേ നീ വീണ്ടും വീണ് എന്തെങ്കിലും ഇഫ് സംതിങ് ഹാപ്പൻസ് ടു വിച്ച് ഐ കനോട്ട് ടോളറേറ്റ് मैं सहन नहीं कर सकता എനിക്ക് സഹിക്കാനായിട്ട് കഴിയില്ല അപ്പോൾ പറഞ്ഞു നഹി ലഗേഗി ബേല നസിക്കി നത്തിങ് വിൽ ഹാപ്പൻ ജസ്റ്റ് കം വിത്ത് മീ ഒന്നും സംഭവിക്കില്ല मेरे साथ आओ और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में പൂരി ഖേൽ ഖണ്ഡി ലംഗടി ടാങ് ഖേലി അപ്പോൾ അവർ മറ്റു കുട്ടികളോടൊപ്പം മുഴുവൻ സമയം ബാലുസെ പൂരി ഖേൽ ഖണ്ഡി ലംഗടി ടാങ് ഖേലി ആ കളി സമയത്ത് മുഴുവനും മണൽ നിറഞ്ഞ കളിക്കളത്തിൽ അവർ കളിച്ചു इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो അപ്പോൾ ഗാന്ധിജിയുടെ പ്രതിമയുടെ മുമ്പിൽ നടുക്ക് ഒരു പ്രതിമയുണ്ട് അതിന് ചുറ്റുമാണ് കുട്ടികൾ കളിക്കുന്നത് അപ്പോൾ കണ്ടപ്പോഴേക്കും ലേഖകൻ പറയുന്നത് ഗാന്ധിജിയുടെ പ്രതിമ കുറച്ചുകൂടെ ചിരിക്കുന്നതായിട്ടും അതുപോലെ തന്നെ ഈ കുട്ടികൾ കുറേ നേരം കൂടെ കളിച്ചിരുന്നു എങ്കിൽ എന്ന് ആ പ്രതിമ ചിന്തിക്കുന്നുണ്ടാവും എന്ന് അദ്ദേഹം തന്റെ ഫാമിലിൽ പറയണം അത് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ
डीप अफेक्शन ऑफ बापूजी टुवर्ड्स द चिल्ड्रन. മനസ്സിലായല്ലോ. बच्चों के साथ बापूजी यानी कि महात्मा गांधी का अगार प्रेम की ओर इशारा करते हैं. ഇഷാര കാരണം വിരൽ ചൂണ്ടുക എന്നുള്ള അർത്ഥത്തിലൊക്കെ. മുസ്കുരാന പുഞ്ചിരിക്കുക, ഹസ്ന ചിരിക്കുക, ടഹാക്ക മാർന അട്ടഹസിക്കുക. ഇപ്പോൾ രവിവാർ का दिन था, ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ अपने घर में नीम के पेड़ की डाली पकड़कर चूम रहा था. അപ്പോൾ ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ തൻ്റെ വീട്ടിലെ നീം കാ പേട് എന്ന് പറഞ്ഞാൽ വേപ്പ് മരത്തിൽ ഇങ്ങനെ പിടിച്ച് ആടുകയായിരുന്നു. വഹ एक സ്റ്റൂൾ पर चढ़कर झूलता था. ഒരു സ്റ്റൂളിന്റെ മണ്ടയിൽ കയറി നിന്നായിരുന്നു ഇയാൾ ആടിയിരുന്നത്. അച്ചാനക് ടൂട്ടെ സ്റ്റൂൾ കേക്ക് കീൽ മീൻസ് ആണി, ഒരു ആണി, പൊട്ടിയ സ്റ്റൂളിന്റെ ഒരു ആണി സാഹിക്ക് പിണ്ടലി മീൻസ് കാൽവണ്ണ എന്ന് പറയും, കാൽവണ്ണയിൽ കൊണ്ടു. 1 इंच गहरा गड्ढा हो गया. गड्ढा मीन्स കുഴി എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് ആഴത്തിൽ മുറിവുണ്ടായി. वो सरकारी अस्पताल में पट्टी बंधवाने के लिए जाया गया. अब അവനെ സർക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇതിനു വേണ്ടിയിട്ടാണ് ഈ മരുന്ന് വെച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. उसने देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है. അപ്പോൾ ഇവനും 2 ആൾക്കാർ കഴിഞ്ഞിട്ട്, 2 ആൾക്ക് മുന്നിലായിട്ട് ആര് നിൽക്കുന്നുണ്ട്? ബേല നിൽക്കുന്നുണ്ട്. അവളും മുറിവ് വെച്ച് കെട്ടാനായിട്ട് വന്നതാണ്. सिर में पट्टी बंधवानाई है. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे. अब अनुशेषम आफ्टर दैट व्हाट हैपेंड, यू नो, उसके बाद क्या हुआ था कि जब स्कूल में 2 बच्चे आते हैं, एक के सर पे सफेद पट्टी बांधी थी और एक के पैर में. അപ്പോൾ ഇവർ രണ്ടുപേരും വളരെ ജിഗരി ദോസ്ത്, ദേ ആർ സോ ക്ലോസ് ഫ്രണ്ട്സ്, ഐ ടോൾഡ് യു ഏർലിയർ. അപ്പം ഇവിടെയും ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത് വെള്ള ബാൻഡേജ് രണ്ടുപേരുടെയും ശരീരത്തിലുണ്ട്. ഒന്ന് ഒരാളുടെ തലയിലും മറ്റൊന്നൊരാളുടെ കാലിലുമാണ്. അപ്പോൾ അതും എന്തോ അവരുടെ ഒരു മാനസിക ഐക്യത്തിൻ്റെയോ എങ്ങനെ ഹാപ്പൻ കോയിൻസിഡൻസ്ലി യാദൃശ്യമായിട്ട് സംഭവിച്ചതായിരിക്കാം. സഫേദ് പട്ടി വാലെ ഈ ദോനും കഹീം पर भी साथ ही दिखाई देते. അപ്പോൾ ഈ രണ്ടുപേരും, ഈ വെള്ള ബാൻഡേജ് ചുറ്റിയിട്ടുള്ള രണ്ടുപേരെ എവിടെ നോക്കിയാലും മറ്റുള്ളവർക്ക് കാണാൻ പറ്റുമായിരുന്നു. 5वीं कक्षा का रिजल्ट आया. അങ്ങനെ 5ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നു. ദോനും ഛട്ടേമേം ആകെ. നൗ ദേ ആർ ഇൻ 6th സ്റ്റാൻഡേർഡ്. പക്ഷെ ഇവിടെ എത്രാം ക്ലാസ് വരെ ഉള്ളൂ? അപ് ടു 5th സ്റ്റാൻഡേർഡ്. सिर्फ 5वीं कक्षा तक. और स्कूल 5वीं तक ही था. साहिल अब तुम कहाँ पढ़ोगे? बेला ने पूछा. बेला विच साहिल, now where are you going to study? in 6th standard. तुम कहाँ पढ़ने जा रहे हो? अब और तुम कहाँ पढ़ोगी बेला? So instead of answer, Sahil asked another question. This repeated the same question. ചോദിച്ചു, वही सवाल उनसे पूछा, तुम कहाँ पढ़ोगी बेला? നീ എവിടെ പഠിക്കും? तो मेरा पापा कह रहे थे कि मैं तुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम. അപ്പോൾ പറഞ്ഞത് മേര പാപ്പ കഹ രഹേ थे कि എൻ്റെ അച്ഛൻ പറഞ്ഞ് കേട്ടതെന്ന് പറഞ്ഞാൽ നിന്നെ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പെൺകുട്ടികൾ മാത്രമുള്ള സ്കൂളിൽ പഠിപ്പിക്കണമെന്നാണ് കേട്ടത്. തും അപ്പോൾ മുझे അഗലെ സാൽ അജ്മീർ ഫേസ് ദേങ്കി. അപ്പോൾ പറഞ്ഞത് എന്താണ്, എന്നെ അടുത്ത വർഷം. അപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞ് എന്നെ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ കൊണ്ട് ചേർക്കും. അപ്പം നിന്റെ വാട്ട് അബൌട്ട് യു എന്ന് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞത് ഐ കെയിം ടു നോ ദാറ്റ്. പക്ഷേ പതാ ചലാ कि my father is planning to send me अजमेर. मुझे अजमेर भेजना चाहते हैं 6th कक्षा में पढ़ने के लिए. वहाँ एक हॉस्टल है, घर से दूर, वहाँ अकेले रहूँगा. अब इट्स फार अवे फ्रॉम माई रेसिडेंस एंड देयर इज अ हॉस्टल. मेरे घर से बहुत दूर है, वहाँ में एक हॉस्टल है, वहाँ एंड आई विल बी स्टेइंग देयर फॉर माई हायर സ്റ്റഡീസ്. അവിടെ ഞാൻ താമസിക്കും. ക്യോം സാഹിൽ, വൈ, എന്തുകൊണ്ടാണ്? पता नहीं क्यों, आई डोंट नो व्हाट्स द रीजन, इसका पीछे कारण क्या है, ഇതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. तो यानी कि अब तुम फुलेरा में ही नहीं रहोगे. अब ചോദിക്കണം, അതായത് ഹിയർ ആഫ്റ്റർ യു വോണ്ട് ബി ഫുലേര, इसके बाद तुम फुलेरा में नहीं होंगे. ഇതിന് ശേഷം നിന്നെ ഫുലേരയിൽ കാണാൻ പറ്റില്ല അല്ലേ? നഹി, ഇല്ല എന്ന് പറഞ്ഞിട്ട് തുമാരാ റിപ്പോർട്ട് കാർഡ് ദിഖാന പറഞ്ഞതിന്റെ മാർക്ക് ലിസ്റ്റ് ഒന്ന് കാണിക്കാൻ പറഞ്ഞു. साहिल बेला का रिपोर्ट कार्ड देख रहा था और बेला साहिल का. अब दे एक्सचेंज द റിപ്പോർട്ട് കാർഡ്. മനസ്സിലായി? എൻ്റെ റിപ്പോർട്ട് കാർഡ് അവർക്കും അവിടെ റിപ്പോർട്ട് കാർഡ് ഇവനും കൊടുത്തു. നോക്കുകയായിരുന്നു. आज आखिरी बार वो एक दूसरे की कोई चीज को छू कर देख रहे. मे बी दिस इज द लास्ट टाइम फॉर एवर. അല്ലേ? शायद ആഖിരി വഖ് ഹോഗ, ആഖിരി പൽ ഹോഗ, അവസാനത്തെ നിമിഷമായിരിക്കും അവരുടെ ഇഷ്ടപ്പെട്ട സാധനം പരസ്പരം കൈമാറുകയും നോക്കുകയും ചെയ്യുന്നത്. ഇതിനുശേഷം sometimes hereafter they won't get such kind of an opportunity. इसके बाद इस तरह का एक समय शायद उनको नहीं मिलेगा. तुम्हारी आंखों में आंसू क्यों आ रही है बेला? अब वो साहिल ചോദിക്കുന്നു, why are you crying? നിന്റെ കണ്ണുകളിൽ I can see the tears കണ്ണുനീർ. ആംസു दिख रहे हैं, क्यों? कारण क्या है? എന്താണ്? അപ്പോൾ അവൾ പറഞ്ഞു, मुझे क्या पता, how I can know, I don't know,
എനിക്കറിയില്ല എന്തുകൊണ്ടാണ് കാണുന്നുള്ളത്. ബേലാനെ ഡബ്ഡബായി ആംഖോംസെ ഹസ്തെ ഫേക്ക, ഡബ്ഡബാൻ മീൻസ് നിറകണ്ണുകളോടുകൂടി ഫിൽഡ് വിത്ത് ടീയേഴ്സ് പറഞ്ഞു. സാഹിൽ की आंखें बीर बहूटी की तरह लाल होने लगी थी. അപ്പോൾ ആ സമയത്ത് ബേല നോട്ടീസ് another thing. സാഹിലിന്റെ കണ്ണുകൾ became reddish, ചുവന്നു, ഏതിനെ പോലെ, ലൈക്ക് ബീർ ബഹൂട്ടി, അതിന്റെ കളർ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ലഗി थी और उनमें बारिश की बूंदों से नन्हा पानी भर गया था. അതായത് ബാരിഷ്, മഴ, ബൂന്ദേ മീൻസ് ഡ്രോപ്സ്, മഴക്കാലത്ത് തുള്ളികൾ പോലെ അവന്റെ കണ്ണ് നിറഞ്ഞിങ്ങനെ ഇറ്റ് വീഴാറായി. ബേല कहने लगी मैं ചിതാവും, ഞാൻ നിന്നെ കളിയാക്കട്ടെ. എന്താണ് ആപ് തുമേ ഡ്രോനി സൂരത് സാഹിൽ, ഡ്രോനി സൂരത് എന്നാണ് ഈ കരയുന്ന സാഹിൽ കരയുന്ന. ഇവിടെ പരസ്പരം ഇവരെ ദേ വോണ്ട് ടു देयर सप्रेस सैड फीलिंग्स, उसके मन में जो दुख है वो मन के अंदर ही दबाना चाहते थे. അവര് അടക്കാൻ ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയത്. സോ ദ ലാസ്റ്റ് പാരഗ്രാഫ്, ബാരിഷ് ആനെ में ठेठ महीने बाकी था. യഥാർത്ഥത്തിൽ മഴ വരുന്നതിന് 1.5 മാസം ബാക്കിയുണ്ടായിരുന്നു. 1.5 റിമൈനിങ്, ബട്ട് ലീക്കിൻ വഹ ബാരിഷ് സെ പഹലെ കി ബാരിഷ് കാ ഏക് ദിൻ ഥാ. പക്ഷേ മഴക്കാലത്തിന് തൊട്ടു മുമ്പുള്ള ഒരു കാലം തെറ്റി വന്ന മഴയെ പറയുന്നത്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി പോലും ഇവരുടെ ദുഃഖത്തിൽ പങ്കുകൊണ്ടു. അത്രത്തോളം സിൻസിയർ പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ്, മനസ്സിലായല്ലോ, ആ ഒരു ദോസ്തി, അത് കുദരത്തിനെ ഫി സമച്ച, പ്രകൃതി, കുദരത്ത് മീൻസ് നേച്ചർ, പ്രകൃതിയും മനസ്സിലാക്കി. और आसमान में खटाएं गिरी थी, ആകാശത്ത് മേഘങ്ങൾ വീഴുന്നുണ്ടായിരുന്നു. ധൂൽ ഫരി തേസ് ഹവായം ചൽ രഹി थी. നമ്മൾ കണ്ടല്ലോ ഈ പാഠത്തിന്റെ ബിഗിനിങ് ഓഫ് ദിസ് ലെസൺ, ദ സെയിം കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയർ വി ക്യാൻ സീ ഹിയർ ഓൾസോ. അതേ തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഇവിടെയും കാണാൻ പറ്റുന്നു. പാനി ബർസ് രഹാദ, മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഫുലേരെ കസ്ബാക്കി ബാദൽ ചായ് എ ഗലീമി. അങ്ങനെ ആ ഫുലേരെ, ഒരു താമസിക്കുന്ന ഫുലേരെ കസ്ബ ടൗണിലെ എന്താ ബാദൽ ചായ് ഗലീമി അല്ലേ, ദ സ്ട്രീറ്റ്, ഒരു ഇരുണ്ട സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ സ്കൈ വാസ് ക്ലൗഡഡ്, ആകാശ് ബാദൽ സെ പരാ ഹുവാ ഥാ, മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു. അവിടെ കാണുന്നത് ഗലീമേ 5വീം സെ 6വീം ചലി ഗയി ഏക് ലഡ്കി ജാ രഹി ഥി. 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് ആയ ഒരു പെൺകുട്ടി നടന്നു പോകുന്നുണ്ടായിരുന്നു. At the same time, जा रही थी, उसके पूरे बाल बीर बहूटियों के रंग के लाल रिबन से बंधे थे. അപ്പോൾ അവളുടെ ഏതാണ്ട് ബ്രൗൺ, ഫുരെ രംഗ് മീൻസ് ബ്രൗൺ കളറിലുള്ള പിന്നെ മുടിയിൽ എന്താണ് ബീർ ബഹൂട്ടിയുടെ കളറുള്ള ചുവന്ന നിറമുള്ള ഒരു റിബൺ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പോകുമ്പോൾ പിൻഭാഗമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് ദൂസരി ദിശാക്കോ ജാതി ഗലീമേ, അതുപോലെ മറ്റൊരു ദിശയിലേക്ക് തിരിയുന്ന തെരുവിലേക്ക് രണ്ടുപേരും ഇങ്ങനെ പോകുന്നു. ആൻഡ് ടേക്കിംഗ് ഡൈവേഷൻ, ഇങ്ങനെ തിരിയുകയാണ്. രണ്ടാമത്തെ ദിശയിലേക്ക് പോകുന്ന ആരാണ്? 5വീം സെ 6വീം ഗയ എക് 11 साल का लड़का जा रहा था. 11 വയസ്സുള്ള മറ്റൊരു കുട്ടി, അതും 6ാം ക്ലാസ്സിലേക്ക് ഗോയിങ് ടു ഓപ്പോസിറ്റ് ഡിറക്ഷൻ. പാർട്ടിങ് ദർ, അവിടെ അവര് പിരിയുകയാണ്. इसकी पिंडली में बीर बहूटी के रंग का से 1 इंच लंबा चोट का निशान था. അപ്പോൾ അവിടെ എന്താണ്, അവന്റെ കാൽവണ്ണയില് ഈ ബീർ ബഹൂട്ടിയുടെ നിറം വെച്ചാൽ ഇത് ചുവന്ന നിറത്തിലുള്ള ഒരു ചോട്ട് മീൻസ് വൂണ്ട്, മുറിവിന്റെ ഒരു അടയാളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പോകുന്ന സമയത്ത് ഒരാൾ ഒരു ഡയറക്ഷനിലേക്ക്, മറ്റൊരാൾ ദൂസരി ദിശയ്ക്ക് ഒരു ജാരഹി തപ്പി ലാൽ രംഗ് വഹാം ദിഖായി ദേത്തെ ഹെ. യു ക്യാൻ സീ ദ റെഡ് കളർ. ഒന്നെന്ന് പറയുമ്പോഴേക്കും എന്താണ് ഇവരുടെ റിബൺ, മറ്റൊന്ന് ഇവന്റെ കാൽവണ്ണയിലെ മുറിവിന്റെ ആ ഒരു ചുവപ്പ് നിറം. അപ്പൊ ഇവിടെയാണ് there is a lesson, यहाँ पाठ खत्म हो जाता है. तो इसमें ये कहा गया है कि जो बातें उसके पढ़ाई के दिनों में हुई थी, घटी थी, whatever the things happen in their life, means when they were studying together, दोनों एक साथ पढ़ते थे. ആ കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പോകുന്ന സമയത്തും പരസ്പരം അറിയാം, ഇനി ഒരിക്കലും കാണാൻ സാധ്യതയില്ല എന്നുള്ളതും, ആൻഡ് പരസ്പരം ആ ദുഃഖം ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അവർക്ക് പറ്റുന്നില്ല, അവർക്കത് പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ എന്തായാലും രണ്ടുപേരും തിരിഞ്ഞു പോകുന്ന സമയത്തും കാണുന്നത് ആ ചുവന്ന കളർ തന്നെ. പാഠത്തിന്റെ തുടക്കത്തിലും അവർ ആ ചുവന്ന കളറുള്ള ബീർ ബഹൂട്ടിയുടെ ആ ഒരു പിന്നെ പിക്ചറൈസേഷൻ വരുന്നുണ്ട്. തീരുമ്പോഴും മറ്റൊരു രീതിയിലുള്ള ചുവന്ന കളർ. അപ്പോൾ ഉദ്ദേശിക്കുന്ന ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ സ്കൂൾ ദിനങ്ങളിൽ ഉണ്ടാകുന്ന അഗാധമായിട്ടുള്ള സുഹൃത്ത് ബന്ധത്തിനെ കുറിച്ചാണ്
പ്രകൃതിയുടെ ഇടയ്ക്ക് മുറയ്ക്കുള്ള ആ വിവരണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഭാവ് നമ്മളോട് വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ തുടക്കത്തിൽ മഴക്കാലമാണെന്ന് ഉള്ളതിനുള്ള ചിത്രം തന്നിട്ടുണ്ട്. പിന്നെ ഇവർ താമസിക്കുന്ന ടൗണിന്റെ അതെന്താണെന്നുള്ള ബാക്ക്ഗ്രൗണ്ടിലൂടെ ഇവർ നടന്നു പോകുന്നതും കഴുതൽ നടന്നു പോകുന്നതും എല്ലാം പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം വരുന്ന ഓരോ സംഭവങ്ങളും. അപ്പോൾ ദിസ് ഈസ് ദ കണ്ടന്റ് ഓഫ് ദിസ് ലെസൺ. ഇസ് പാർട്ട് ടിപ്പണി ഇതിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് പാഠം നിങ്ങൾ നേരത്തെ ചാനൽ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതൊന്നുകൂടെ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. പിന്നെ ബാക്കി ഇത് ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇതും അതിനോട് ചേർത്ത് വായിച്ചിട്ട് പാഠത്തിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കുക. അതുപോലെ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇനി ആർക്കും ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ബാക്കി അടുത്ത ഒരു പാഠവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തന്നെ കാണാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കം മീ. ആൻഡ് താങ്ക്സ് എ ലോട്ട്.